മുതുമല വന്യജീവി സങ്കേതത്തിലേക്കാണ് നമ്മുടെ യാത്ര. തമിഴ്നാട് ഫോറസ്റ്റിന്റെ കീഴിലുള്ള കാട്ടിനുള്ളിൽ, മസനഗുഡിയിലെ കാട്ടിനുള്ളിലുള്ള ഒരു ലോഗ് ഹൗസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്ര പോയാലോ? നമ്മൾ നിലമ്പൂർ നാടുകാണി വഴിയാണ് മുതുമലയിലേക്ക് പോകുന്നത്. അപ്പോൾ നിലമ്പൂരൊക്കെ കഴിഞ്ഞ് നാടുകാണി നമ്മുടെ ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലൊരു ആനയാണ് നമ്മൾ ആദ്യം കണ്ടത്. നാടുകാണി ചുരത്തിലെ ആനകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അപകടകാരികളാണ്. കാരണം റോഡിനോട് ചേർന്ന് മിക്കവാറും റോട്ടിലാണ് അവരുണ്ടാവാറ്. സാധാരണ ഈ വഴിക്ക് പോകുമ്പോൾ നമ്മൾ ആനത്താരകളുടെ ബോർഡ് മാത്രമാണ് കാണാറ്, ആനകളെ കാണാറില്ല. പക്ഷേ ഇത്തവണ നമുക്ക് ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ, ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ആനയെ കാണാൻ പറ്റി. നമ്മൾ ഈ ആനയൊക്കെ കണ്ട് നമ്മൾ നേരെ നാടുകാണി ചുരം കയറി നാടുകാണിയിൽ എത്തി. നാടുകാണിയിൽ ഇ പാസ് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ പോകുമ്പോൾ അവിടെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ അവിടെ നിന്ന് നേരെ ഗൂഡല്ലൂർ എത്തി. ഗൂഡല്ലൂരിൽ നിന്നാണ് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ചത്. ഗൂഡല്ലൂരിൽ നിന്ന് 17 കിലോമീറ്റർ ആണ് മുതുമലയിലേക്ക്. അതായത് മുതുമല എന്ന് പറയുന്നത് തെപ്പക്കാട് റിസപ്ഷൻ പോയിന്റിലാണ്. നമ്മുടെ സഫാരിയും നമ്മുടെ താമസത്തിന്റെ റിസപ്ഷൻ സെന്ററൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് മുതുമല ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ കാണാം. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് രണ്ട് വശത്തും കാടുകളായി. ഇവിടെ ഈ ചെക്ക് പോസ്റ്റിലും കാര്യമായ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ രാവിലെ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ നാടുകാണിയിൽ നിന്ന് കയറി വരുന്നത് പോലെയല്ല. ഈ ഒരു പാത രാത്രി 9 മണിക്ക് അടച്ചാൽ പിന്നീട് രാവിലെ 6 മണിക്ക് തുറക്കുകയുള്ളൂ. കാരണം മൈസൂരിലേക്ക് പോകുന്ന റൂട്ടാണിത്. മൈസൂർ അല്ലെങ്കിൽ നമുക്ക് മസനഗുഡി വഴി ഊട്ടിയിലേക്കൊക്കെ പോകുന്ന ഒരു പാതയാണിത്. ഇരുവശത്തും കാടാണ്. ഈ മുതുമല ബന്ദിപ്പൂർ കാടുകളൊക്കെ ഇലപൊഴിയും വനങ്ങളാണ് കൂടുതൽ ഉണ്ടാവാറ്. പക്ഷേ ഇത്തവണ മഴ കിട്ടിയതുകൊണ്ടാണോ എന്തോ ഭയങ്കര പച്ചപ്പാണ്, നല്ല ഭംഗിയാണ് ഈ കാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ. ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു കാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം പുള്ളിമാനുകളാണ്. കണ്ട് മടുക്കെന്ന് പറയുന്ന പോലെ അത്രയും കാണുന്നത് ഈ പുള്ളിമാൻ കൂട്ടങ്ങളാണ്. കൂടുതൽ റോഡരികിലോട് ചേർന്നായിരിക്കും അവരെപ്പോഴും മേയുന്നുണ്ടാവുക. നമ്മൾ നേരെ തെപ്പക്കാടെത്തി. ഈ തെപ്പക്കാടാണ് ഇതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. തെപ്പക്കാട് നമ്മൾ വരവേൽക്കുന്നത് ഗുൽമോഹറുകളാണ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ ചുവന്ന പരവതാനി വിരിച്ച പോലെ നിൽക്കുന്ന ഗുൽമോഹർ, അതാണ് നമ്മെ തെപ്പക്കാട് വരവേൽക്കുന്നത്. നമ്മൾ നേരെ പോയത് തെപ്പക്കാട് റിസപ്ഷൻ സെന്ററിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മുടെ ID കാർഡ് കൊടുക്കണം. ഇവിടെ നിന്നാണ് സഫാരിയും ബുക്ക് ചെയ്യേണ്ടത്. താമസ സൗകര്യം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ റെസിപ്റ്റുമായിട്ട് നമ്മൾ ഈ റിസപ്ഷൻ സെന്ററിൽ ചെന്ന് അത് കാണിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്രസ്സ് അവിടെ എഴുതി കൊടുക്കണം. നമ്മുടെ ഒരു ID പ്രൂഫും നമുക്ക് അവിടെ കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ തെപ്പക്കാടും ഒരുപാട് ഫോറസ്റ്റിന്റെ താമസ സൗകര്യങ്ങളുണ്ട്. ഓൺലൈൻ സൈറ്റിൽ ഇത് ബുക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മസിനഗുഡിയിലുള്ള ലോഗ് ഹൗസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഹനുമാൻ കരുങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഈ റിസപ്ഷൻ സെന്ററിനോട് ചേർന്നുള്ള മരത്തിലുണ്ടായിരുന്നു. പശ്ചിമഘട്ടം മലനിരകളിൽ കാണുന്ന ഒരു തരം കുരങ്ങ് വർഗ്ഗമാണ് ഹനുമാൻ ലങ്കൂർ എന്ന് പറയുന്നത്. ഹനുമാൻ കുരങ്ങുകൾ നമുക്കറിയാം, കുങ്കി ആനകളെ പരിശീലിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിലൊന്നാണ് തെപ്പക്കാട് ആന പരിശീലന കേന്ദ്രം. 1910 ബ്രിട്ടീഷുകാർ ഈ ഒരു ആനപ്പന്തി തുടങ്ങുന്നത്. ലോക പ്രശസ്തമാണ് ഇന്ന് തെപ്പക്കാട് ആന പരിശീലന കേന്ദ്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, ബൊമ്മനും രഘുവും ബെല്ലിയമ്മയും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു കഥ പറഞ്ഞ കാർത്തികി ഗോൺസാൽവസ് സംവിധാനം ചെയ്ത ദ എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി. ആ ഡോക്യുമെന്ററിക്ക് ഓസ്കാർ കിട്ടുകയും അതിലൂടെ തെപ്പക്കാട് ആന ക്യാമ്പ് വളരെ ലോക പ്രശസ്തിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഒരുപാട് VVIPകളാണ് പിന്നീട് ഈ തെപ്പക്കാട് സന്ദർശിച്ചത്. 30 രൂപയാണ് ഒരാൾക്ക് അവിടേക്ക് ടിക്കറ്റ് വരുന്നത്. ബ്രിട്ടീഷുകാർ മുതുമല മസനഗുഡി കാടുകളിൽ നിന്ന് തടി കടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആനകളെ വാരിക്കുഴി വെച്ച് പിടിച്ച് അതിനെ കുങ്കി ആനകളാക്കി മെരുക്കിയെടുത്തിരുന്നത് ഈ കാട്ടിലെ ആദിവാസികളെ ഉപയോഗിച്ചിട്ടാണ്. ആ ആദിവാസികളുടെ തലമുറ തന്നെയാണ് ഇന്നും ഇവിടെ പാപ്പന്മാരായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ആന പരിശീലന കേന്ദ്രത്തിന്റെ അവിടെ നിന്ന് നേരെ പോകുന്ന വഴി തന്നെയാണ് മസനഗുഡിയിലേക്ക്. അങ്ങനെ നമ്മൾ മസനഗുഡി നമ്മുടെ ലോഗ് ഹൗസിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ ചെറിയ ഒരു പാതയാണ്. പിന്നെ അത് മാത്രമല്ല, കൂടുതൽ വന്യജീവികളുടെ പ്രസൻസ് കാണാൻ പറ്റുന്ന ഒരു പാത കൂടിയാണ്. പക്ഷെ ആ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ വീണ്ടും കണ്ട പുള്ളിമാനുകളുടെ കൂട്ടത്തെ തന്നെയാണ്. പക്ഷെ അപ്രതീക്ഷിതമായി നമുക്ക് മുന്നിൽ വന്നുപെട്ടത് ഒരു കൂട്ടം കാട്ടികളാണ്. സാധാരണ കാട്ടുപോത്ത് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു വലിയ കൂട്ടത്തെയാണ് കണ്ടത്. കാട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറുത്തിരുണ്ട വലിയ ഭീമാകാരനായ കാട്ടികൾ ആൺകാട്ടികളായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും പെൺകാട്ടികളും ഒരു തവിട്ട് നിറത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ കാട്ടികളിലെ പെൺകാട്ടികളാണ് കൂട്ടമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക. ആൺകാട്ടികൾ മിക്കവാറും ഒറ്റയാന്മാരായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ചില കൂട്ടങ്ങളിൽ ആൺകാട്ടികളെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ മസനഗുഡി ടൗണിൽ കയറുമ്പോൾ തന്നെ ജീപ്പുകാർ ഒരുപാട് ആളുകൾ നമ്മളെ വണ്ടി കൈ കാണിച്ച് നിർത്തും. കാരണം അവിടെ നിന്ന് സിംഗാര അല്ലെങ്കിൽ മോയാർ ഡാം ഈ ഭാഗത്തേക്ക് അവരുടെ പ്രൈവറ്റ് ജീപ്പിൽ ഒരു ട്രക്കിംഗ് അവർ അറേഞ്ച് ചെയ്യും. അത്തരത്തിലുള്ള ട്രക്കിങ്ങിലേക്ക് പോയില്ല, നമ്മൾ നേരെ നമ്മുടെ ലോഗ് ഹൗസിലേക്കാണ് പോകുന്നത്. അപ്പോൾ മസനഗുഡിയിൽ നിന്ന് മോയാർ ഡാമിലേക്ക് പോകുന്ന വഴിയിൽ കഷ്ടി 1 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസ്റ്റ് ഹൗസ് എത്താം. ഈ റെസ്റ്റ് ഹൗസിൽ 4 റൂമുകളുണ്ട്. അവിടെ നമുക്ക് താമസിക്കാം. പിന്നെ അതുപോലെ തന്നെ 1-2 ലോഗ് ഹൗസുകളുണ്ട്. ലോഗ് ഹൗസ് എന്ന് പറയുമ്പോൾ മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിടം, അതാണ് ലോഗ് ഹൗസ് എന്ന് പറയുന്നത്. ഒരു 90% മരമായിരിക്കും ആ ഒരു കെട്ടിട നിർമ്മാണത്തിനും അതിന്
അതിൻ്റെ ആകൃതിയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ലോഗ് ഹൗസ് എന്ന് പറയുന്നത്. 1970 ഇത് പണി കഴിപ്പിച്ചത്. ബ്രിട്ടീഷുകാരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കാടുകളിലൊക്കെ ലോഗ് ഹൗസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നീട് അതൊക്കെ റെനോവേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 3620 രൂപയാണ് ഇവിടെ ഒരു ദിവസം താമസിക്കുന്നതിന് വേണ്ടിയുള്ള ചാർജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ റൂമുകളെല്ലാം വളരെ നീറ്റാണ്. നമ്മൾ താമസിക്കുന്ന ഈ ലോഗ് ഹൗസിൽ താഴെ 2 റൂമും മുകളിൽ 2 റൂമും ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു തരം കിളിയാണ് ഈ കൽമണ്ണാത്തി എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, കറുപ്പ് കളർന്ന അതിലൊരു വെള്ള വരയൊക്കെയുള്ള, അത് പല തരത്തിൽ കാണാം. ഈ കൽമണ്ണാത്തി എന്ന് പറഞ്ഞൊരു കിളി, അതിൻ്റെ ഒരു കൂടുണ്ട് നേരെ മുന്നിലുള്ള ഒരു മരത്തിൽ. ആ കൂട്ടിലൊരു കുഞ്ഞുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം താഴെ വന്ന് കൊത്തിപ്പെറുക്കി വല്ല പുഴുവിനെ മറ്റോ പിടിച്ച് നേരെ ആ ഒരു പൊത്തിലേക്ക് പോവും. അവിടെ നിന്ന് അത് ഭക്ഷണം കൊടുക്കും, തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഒരു പെൺകിളിയായിരുന്നു തവിട്ട് കളറിൽ. പിന്നീട് അതേ കൂട്ടിലേക്ക് തന്നെ ഒരു കറുപ്പ് കളറിലുള്ള കിളിയും പോകുന്നു. തവിട്ട് കളറിലുള്ളത് ഈ ഒരു കൽമണ്ണാത്തി പെൺകിളിയാണെന്നും കറുപ്പ് കളറുള്ളത് ആൺകിളിയാണെന്നുമാണ് പിന്നീട് മനസ്സിലായത്. അതുപോലെ തന്നെ അവിടെ കാണുന്ന മറ്റൊരു കിളിയാണ് കരിന്തലച്ചി കാളി, ബ്രാഹ്മണി മൈന എന്നൊക്കെ പറയുന്നത്. മൈന പോലെ അല്ലെങ്കിലും വളരെ രസകരമായിട്ടുള്ള, നമുക്ക് പിടിതരാതെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു പക്ഷി. നമ്മളെ ലോഗ് ഹൗസിനോട് തൊട്ടടുത്ത് ഒരു അത്തയ്ക്ക മരം നന്നായി കായ്ച്ച് നിൽക്കുന്നുണ്ട്. അതിന് താഴെ കുറേ നേരം നിന്നപ്പോഴാണ് എല്ലാം കൂടി അവിടെ വന്ന് കയറിയത്. അവിടെ ഒരു അണ്ണാനുണ്ടായിരുന്നു. അതുകൂടെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇരട്ടത്തലച്ചി എന്ന് പറഞ്ഞിട്ടൊരു കിളിയുണ്ട്. ബുൾബുൾ വർഗ്ഗത്തിൽപ്പെട്ട ഒരു കിളിയാണ് ഇരട്ടത്തലച്ചി. അതുപോലെ തന്നെ ചിന്നക്കുട്ടുറുവൻ എന്ന് പറയുന്ന പച്ചിലക്കുടുക്ക എന്നൊക്കെ പറയും, അതുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ബ്രാഹ്മണി മൈന വന്നു. എല്ലാം കൂടി ഈ അത്തക്കട മേൽ തൂങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റി. തൊട്ടപ്പുറത്ത് തന്നെ മയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാട്ടുപന്നി. പിന്നെ ഇവിടുത്തെ വാച്ചർ പറഞ്ഞത് ഇവിടെ ഏറ്റവും കൂടുതൽ രാത്രികളിൽ ആന ഭയങ്കരമായിട്ട് വരാറുണ്ട്. ഈ ഒരു റെസ്റ്റ് ഹൗസിനുള്ളിൽ തന്നെ ഇവിടെ സ്റ്റാഫ് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ നായ ഉണ്ടായിരുന്നു. പക്ഷേ ആ നായകളൊന്നും തന്നെ ഇപ്പം ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാം പുലി കൊണ്ടുപോയി. ഇവിടെ ബോർഡുകളെല്ലാം പലയിടത്തും വെച്ചിട്ടുണ്ട്, നേരം ഇരുട്ടി കഴിഞ്ഞാൽ ഒരു 7 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ റെസ്റ്റ് ഹൗസിന് മുന്നിലായിട്ട് ഒരു ചെറിയൊരു പാർക്കുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഊഞ്ഞാലും മറ്റു 1-2 എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം ഇവിടെ നമ്മൾ പറയണം. അപ്പോൾ നമ്മൾ വന്നാൽ തന്നെ ഇവിടെ റെസ്റ്റ് ഹൗസിൽ ഇവിടെ കുക്കുണ്ട്. നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിക്കനോ ചപ്പാത്തിയോ വെജിറ്റബിളോ എന്താ വേണ്ടിച്ച് പറഞ്ഞാൽ അവരത് തയ്യാറാക്കും. ഇവിടെ നിന്ന് ഊട്ടിയിലേക്ക് നമുക്ക് 29 കിലോമീറ്ററാണ് ഈ മസനഗുഡിയിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നായാട്ട് നടന്ന ഒരു വനമേഖല കൂടിയാണ് ഈ ബന്ദിപ്പൂര് മുതുമല എന്ന് പറയുന്ന ഈ ഒരു വന്യജീവി മേഖല. കെന്നറ്റ് ആൻഡേഴ്സന്റെ ഒക്കെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ വേട്ടക്കഥകളിൽ പറയുന്നുണ്ട് ഈ മുതുമലയിൽ താമസിച്ച കഥകളൊക്കെ. അദ്ദേഹത്തിന്റെ മകൻ ഡൊണാൾഡ് ആൻഡേഴ്സന്റെ ദ ലാസ്റ്റ് വൈറ്റ് ഹണ്ടർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. മലയാളത്തിലെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവർ മുതുമലയിലും മസനഗുഡിയിലൊക്കെ താമസിച്ചതും ഇവിടെ വേട്ട നടത്തിയ അനുഭവങ്ങളൊക്കെ. മസനഗുഡി, വാഴത്തോട്ടം, തെപ്പക്കാട്, മാവനഹള്ളി തുടങ്ങിയ മേഖലകളിലുള്ള നരഭോജി കടുവകളെയും അതുപോലെ തന്നെ പുള്ളിപ്പുലികളെയും ഒക്കെ വേട്ടയാടിയതിന്റെ അതിസാഹസികമായ കഥകൾ ഏകദേശം 1970 മുമ്പുള്ള ഒരു ബന്ദിപ്പൂർ മുതുമല കാടുകളിലെ വേട്ടകളുടെ അതിസാഹസികമായ കഥകളുണ്ട്. ഇനി നാളെ നമ്മൾ തെപ്പക്കാട് പോകും. തെപ്പക്കാട് പോയിട്ട് അവിടെ നിന്ന് നമ്മളൊരു ഫോറസ്റ്റ് സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സഫാരി എടുക്കും. നമ്മളെപ്പോഴും സഫാരി പോകുമ്പോൾ ടൈഗർ സൈറ്റിംഗ് ആണ് നമ്മുടെ ലക്ഷ്യം. അത് നാളെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നാളത്തെ സഫാരി നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തെപ്പക്കാട് മുതുമല ഫോറസ്റ്റ് സഫാരിയുടെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.